ചിരിക്കുന്ന പുഴ പോലെ നടക്കുന്ന മഴ പോലെ പെയ്യുന്ന കരിവള കൈയൊണ്ട് മുളം കൂടെ മെനയുന്ന പെണ്ണിനെ കണ്ടോ കന്നി പെണ്ണിനെ കണ്ടോ മാനത്തെ കൂട പൂക്കൂട പുലരാ പുലരി പൂക്കൂട കറുകറ പെണ്ണേ കറുത്ത പെണ്ണേ കൂടവെനയണതെങ്ങനെ നീ പുലരി കൂടവെനയണതെങ്ങനെ നീ മാനത്തെ കൂട പൂക്കൂട പുലരാ പുലരി പൂക്കൂട കറുകറ പെണ്ണേ കറുത്ത പെണ്ണേ കൂടവെനയണതെങ്ങനെ നീ കതിരുപോലുള്ള മുളം ചീട് കാണാ പൊൻവള കൈയോണ്ട് പൂങ്കുഴി കൂവണ നേരത്ത് നെയ്തെടുക്കണ പെണ്ണാളെ നെയ്തെടുക്കണ പെണ്ണാളെ മാനത്തെ കൂടാരാക്കൂട ചിങ്ങനിലാവിൻ മണിക്കൂട പൗർണമി പെണ്ണെ വെളുത്ത പെണ്ണേ കൂടെ വരയണതെങ്ങനടി കാർമുകിൽ കാട്ടിലെ മുളയെല്ലാം നക്ഷത്രക്കുന്നത്തെ മുളയെല്ലാം വെട്ടിയൊരുക്കി ഒരുക്കി മിനുക്കി കടഞ്ഞെടുക്കണ പെണ്ണാളെ കടഞ്ഞെടുക്കണ പെണ്ണാളെ മാനത്തെ കൂട രാക്കൂട കന്നി നിലാവിന്റെ രാക്കൂട പൗർണമി പെണ്ണെ വെളുത്ത പെണ്ണെ നിങ്ങൾ കൂടമെനയണതെങ്ങനെ നീ ഒന്നും കൂടമെനയണതെങ്ങനെ നീ എന്താ മോളെ എന്താ സ്വപ്നത്തില് 3-4 പേരെന്നെ കഴുത്തിരിച്ചു കൊല്ലാൻ. നാമം ജപിച്ച് കിടന്നാ മതി, പിന്നെ ഒരു സ്വപ്നം കാണില്ല. നാളെ തന്നെ ഇത്തിരി കാശ് ഒഴിഞ്ഞു വെക്കാം. മോള് കിടന്നോ. ഈശ്വര പഞ്ചസാര ഇതിലും ശർക്കര മേടിക്കുക. ഹരി, കഷ്ണങ്ങളൊക്കെ തീരെ കുറവാ. നീ ആ വളപ്പിന്ന് കുറച്ച് കർമൂസ് പൊട്ടിച്ചോണ്ട് വാ. പച്ചക്കറിക്കൊക്കെ ആണെങ്കിൽ തീ പിടിച്ച വിലയാ. എന്താ ചെയ്യാ? കുഞ്ഞലേച്ചിക്ക് എന്തിന്റെ കുറവാ? കാശിന് കാശ്, പണത്തിന് പണം, പിന്നെന്താച്ചാ ഒരു തുണയില്ല. വീടിനൊരു തൂണ്, പെണ്ണിനൊരാണ്, എന്നാലേ ഒരു 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 ഉറപ്പുള്ളൂ. ആളില്ലാത്തവർക്ക് എന്തിനാ തൂണ്? ദേ വരുന്നു വേറൊരു സാധനം. ഞാൻ വിചാരിച്ചു ഇന്നും അമാവാസയാണെന്ന്. കട്ടൻ തന്നെ
നിങ്ങൾക്കത് പറഞ്ഞാ മതി. ഇന്നലെ ക്രാവ് കയറ് പൊട്ടിച്ചു, ഒരു തുള്ളി കറക്കാൻ പറ്റില്ല. അപ്പൊ ഇതോ? ഇത് എന്റെ വീട്ടിൽ നിന്നല്ല, ആ പുഷ്പോത്തെ പാല. ആ അങ്ങനെ വരട്ടെ. അതാ ഇത്ര വെളുപ്പ് അല്ലേ? ആയ കാലത്ത് കാശും പണം ഉണ്ടാക്കി, എന്നിട്ടെന്തായി? ഇപ്പൊ മിണ്ടാനും വയ്യ. ആ അതെങ്ങനെ ഉണ്ടാക്കിയതാ? ആ പാവം വടക്കൻ നമ്പ്യാരെ പറ്റിച്ചിട്ട് ഇവളുടെ ശല്യം കാരണം അയാൾ തീവണ്ടിക്ക് തലയും വെച്ച്. ഓ വല്ലാത്തൊരു ജന്മം തന്നെ. പോത്ത് വരെ വളർന്നെന്നുള്ള വിചാരം നമുക്കില്ല. നീയാ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഞാൻ പറയാഞ്ഞിട്ടല്ല, അവക്ക് മീനെന്ന് വെച്ചാ ജീവന. പിന്നെ ഇണങ്ങാനും പിണങ്ങാനും വേറെ ആരും ഇല്ലല്ലോ. മീനുവിനും അതെ, ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും മീരച്ചി എന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ. ഒക്കെ ശരിയാ. പെണ്ണന്വേഷിച്ച ആള് വരുമ്പോ കുട്ടിക്കളി മാറിയില്ലെന്ന് തോന്നിയാ അത് നിങ്ങൾക്ക് ദോഷ. മീരേ, പരീക്ഷിക്കുക, അമ്മയെ പരീക്ഷിക്കുകയാണോ? അമ്മ കാത്തോളും കേട്ടോ, അമ്മ കാത്തോളും. എത്ര ദിവസം അയാളൊന്ന് കണ്ടിട്ട് ഒരാൾ ഇവിടെ ഇങ്ങനെ തപസ്സരിക്കാണെന്നുള്ള വല്ല വിചാരമുണ്ടോ? ഹരിയേട്ടൻ അങ്ങനെ പറഞ്ഞാ മതി. എനിക്ക് എപ്പോഴും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ? അമ്പലത്തിലേക്കല്ലാതെ വേറെ എവിടേക്കാ ഞാൻ പോകുന്നത്? എനിക്കറിയാം, രാധയുടെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷേ നിന്നെ കാണാതിരിക്കാൻ വയ്യ, അതുകൊണ്ടാ. എന്നാലേ അച്ഛനെയും കൂട്ടി എന്റെ വീട്ടിൽ വന്ന് ഒരു താലിച്ചരടന്റെ കഴുത്തി കെട്ടി വിളിച്ചാ മതി. എപ്പോഴാ എവിടേക്കാച്ചാ ബേ ബേന്നും പറഞ്ഞ് പിന്നാലെ വന്നോളാം ഈ പെണ്ണ്. വരാം. പക്ഷേ നിന്റെ അച്ഛൻ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ മാത്രമേ മരുമോനാക്കുള്ളൂ എന്ന് വാശി പിടിച്ചാ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഞാനാണെങ്കിൽ ഒരു പാവം കുമാരന്റെ മോനാ, ഉദ്യോഗവും ഇല്ല. അതെ, വരുന്നേ വരട്ടെ. ഒരു കാര്യം ഉറപ്പാ, എപ്പോഴായാലും നീ എന്റെതാ. ആ തള്ള വരുന്നുണ്ട്, മേലൊക്കെ നാവാ അതിന്. ഞാൻ പോട്ടെ. ഓ, നിനക്കൊരു കാര്യം അറിയണം. എന്താ? ഇവിടെ കുമാരന്റെ മോനില്ല അരി, ഓനും വേലായുധന്റെ മോനും തമ്മിൽ ലോഹ്യത്തിലാ. ഇതിനെപ്പോഴും ഒളിച്ചോടെ നോക്കിയാ മതി. നിങ്ങൾ ദൈവദോഷം പറയരുത്. ഞാൻ കണ്ടതാ, രണ്ടാളും കൂടി ഇടവഴിന്ന്. എന്താ പെണ്ണിന്റെ ഒരു ശൃംഗാരം! ഉർവശിയാണാ വിചാരം. അതെന്താച്ചാ ആയിക്കോട്ടെ.
നിങ്ങൾ പരിചയക്കാര് തമ്മിൽ എന്തിനാ വെറുതെ ശത്രുക്കളാവണത്? നിങ്ങൾ ആരോടും പറയാൻ നിൽക്കണ്ട. സത്യം പറയാനേ ചിരിതൊക്കെ ആരുടെ ഒത്താശയും വേണ്ട. ഇത് പത്താളോട് പറഞ്ഞില്ലെങ്കിലേ എനിക്ക് ഓർക്കാൻ പറ്റില്ല. വല്ലാത്തൊരു സാധനം തന്നെ. കാപ്പി റെഡി. ഓ മധുരത്തിരി കുറക്കണം കേട്ടോ മോളെ. പഞ്ചസാരക്കൊക്കെ തീ പിടിച്ച വിലയാ. ഓ തുടങ്ങി അച്ഛന്റെ പിശുക്ക്. ഞാൻ പിശുക്കുന്നതേ നിന്നൊരുത്തന്റെ കൂടെ മാന്യമായി കെട്ടിച്ചു വിടണമെന്നുള്ള മോഹം ഉള്ളതുകൊണ്ടാ. അതിന് സമയത്തിന് ഉണ്ണാതെ ഉറങ്ങാതെ എങ്ങനെ ഇരുന്നാ വല്ല സൂക്കേടും പിടിക്കും. അതൊന്നും വരില്ല. മോൾ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അത് തന്നെ ധാരാളം. ഞാൻ മാത്രം പ്രാർത്ഥിച്ചാ മതിയോ? ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. നിന്റെ കല്യാണം ഭംഗിയായി നടന്നാൽ ഗുരുവായൂരപ്പൻ ഒരു കദളിക്കൊല. അച്ഛൻ എന്നെ പറഞ്ഞേക്കാൻ ധൃതിയായോ? അതുകൊണ്ടല്ല മോളെ, സമയാസമയത്ത് നടക്കേണ്ടതൊക്കെ നടക്കണം. എനിക്കിങ്ങനെ അച്ഛന്റെ കൂടെ കഴിയാനാ ഇഷ്ടം. ഇപ്പൊ അതൊക്കെ പറയും. കല്യാണം കഴിഞ്ഞാൽ പിന്നെ അച്ഛനെ തിരിഞ്ഞു നോക്കാനേ സമയം കിട്ടൂല. എന്നാ എനിക്ക് കല്യാണം വേണ്ട. എന്നെ കല്യാണം കഴിപ്പിച്ചയക്കാൻ അത്രക്ക്. ജാനീച്ചി എന്താ കല്യാണം കഴിക്കാത്തെ? നമ്മൾ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമായില്ലല്ലോ. ഭർത്താവ്, കുട്ടികൾ, കുടുംബം, അതിനൊക്കെ ഒരു ഭാഗ്യം വേണം. ഒരു കണക്കിന് മീരയ്ക്കും എന്റെ അവസ്ഥയാ. മീരച്ചി എന്തൊന്നും പറയാത്തെ? ഞാനെന്ത് പറയാനാ, വരുന്നത് അനുഭവിക്കല്ലാതെ. ജാനു, ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുക. വീട്ടിൽ പോയിരുന്നു, അവിടെ ആരുമില്ല. എന്താ ഹരി? കാവിലെ നിറപുത്തിരിക്ക് വേണ്ട അരി പൊടിക്കണം. നീയും കമലയിടത്തും കൂടെ ആ കാര്യം ഏറ്റെടുക്കണം. അതിനെന്താ, ഞാൻ ചെയ്തോളാം. എന്നാ പറഞ്ഞ പോലെ. നീ എന്താ അവനെ കണ്ട് മാറിയേ? ഒന്നുമില്ല. എന്താ മീനേച്ചി മീരേച്ചി കളിക്കാൻ വരാത്തെ? സുഖമില്ലാത്രേ. അല്ലെങ്കിൽ ഞാനുണ്ടെങ്കിൽ അവള് വരില്ല. അതെന്താ? എനിക്കറിയില്ല. ഇന്നലെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ ഒരു വാക്കും മിണ്ടാതെ അവള് മാറിപ്പോയി. അതൊക്കെ രാധേച്ചിക്ക് വെറുതെ തോന്നതാ. ചിലപ്പോ ആയിരിക്കും. വെള്ളിയാഴ്ച ചന്തയ്ക്ക് പോണം. 10-20 കൊട്ടയും കൂടെ ഉണ്ടാക്കണം, എന്നാലേ കാര്യം നടക്കും. ആ മാങ്ങാക്കാരൻ ചെയ്താലിക്കും 10 വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ഒന്ന് വേഗം ചെയ്യ എന്റെ പെണ്ണേ. അമ്മേ, ചന്തേന്ന് വരുമ്പോ ഇത്തിരി കൂടി വലിയൊരു കണ്ണാടി വാങ്ങണം, കുറച്ച് കരിവളകളും. അതെ അതെ, അവിടെ ഒരു കിണുക്കം. എത്ര കണ്ണാടി നോക്കിട്ടെന്താ, വേണ്ടതൊന്നും വേണ്ട കാലത്ത് ഉണ്ടായില്ലല്ലോ. കുറ്റാണോ അമ്മേ? സത്യം, ഒന്നും നിന്റെ കുറ്റമല്ല, ഒക്കെ ഈശ്വരന്റെ കളിയാ. കരയുണ്ടാട്ടോ, അമ്മ നല്ല കണ്ണാടി വാങ്ങിക്കൊണ്ട് തരാം. ഇങ്ങോട്ട് അവിടെ അവിടെ പിടി. ഈറ്റയുടെ വില കൂടി, മുതലാളിമാരാണെങ്കിൽ കുട്ടയുടെ വിലയും കുറച്ചു. നല്ല റബ്ബറിന്റെ കൊട്ട വന്നിട്ടുണ്ട്, ടയറിന്റെ കീറില്ല. എന്നാ മുതലാളി എന്നാ അത് വാങ്ങിച്ചോ, ഞാനിത് തിരിച്ചുകൊണ്ടോ. ചൂടാവാതിരിക്കും സാറേ, വഴിയുണ്ടാക്കാം. അല്ല പിന്നെ ചൂടാവാണ്ടിരിക്കുവോ? സാറിന്റെ ഓരോ വർത്താനം കേട്ടാ. നമ്മളിത് കൊടുക്കാനല്ലേ വെച്ചേക്കുന്നേ. ചേച്ചി, ആ ചുവന്ന വെള്ളം എടുത്തേ. അത് അമ്മേ, ഇതൊന്ന് നോക്കിയേ. നിനക്കിഷ്ടമുള്ളത് എല്ലാം എടുത്തോ മോളെ. ഇന്നെനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമാ. എന്താ അമ്മേ? വിചാരിച്ചാലധികം കാശ് കിട്ടടി. അപ്പൊ ഇതെങ്ങനെയുണ്ട്? ഇത് നല്ലതാ, ഇതെടുത്തു. ഇത് മതി.
പാല് ചൂണ്ടയ്ക്ക് 2 ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ ഓടി വരുന്ന കള്ളനെ പിടിച്ചേ. ഹായ് മീരേച്ചി, ചന്ദന വരുമ്പോ ഞങ്ങൾക്കൊന്നും വാങ്ങിയില്ലേ? കള്ളം അല്ല, സത്യമായിട്ടും കച്ചവടം മോശമായിരുന്നു. വെറുതെ മോഹിച്ചു. നിങ്ങളെ ഞാൻ മറക്കുവോ? ധൃതി കൂട്ടണ്ട, എല്ലാവർക്കും തരാം. പക്ഷേ ഓരോന്നേ ആദ്യം തരുള്ളൂ. കൈ നീട്ടിക്കോ. ഇല്ലില്ല, പൊടി കളിക്കാൻ മോൾക്ക് 2 തരാം. നിനക്കൊന്ന്. നിനക്കിനി വേണോ? ഇനി ബാക്കിയുള്ളത് അമ്പടി കള്ളി. നിന്റെ മിഠായി എവിടെ പോയി? നിന്റെ കൊതി എല്ലാം തീരട്ടെ. भाई हम भेज दिया, सच्ची बात बोलते हैं, भेज दिया, माल जल्दी पहुंच गया भाई। KTC, हाँ केरला ट्रांसपोर्ट कॉर्पोरेशन, हाँ KTC, इसमें भेजा। आप फिक्र मत करना भाई, ये छोटा गांव है भाई, ये गांव में बहुत अच्छा माल है इधर। अच्छा नारियल है, अच्छा आम है, अच्छा सुपारी भी है इधर। आप फिक्र मत करो। सुनील शेट्टी का फोन अभी आया था, उनको भी मैं सब कुछ बोल दिया। वो बहुत खुशी में। हाँ जी, अच्छा आप बोलिए फिर क्या क्या समाचार है उधर? मुझे थोड़ा पैसा मिलने का है, उसके पास मैं अभी जाऊंगा। हाँ अच्छा मैं 24 तारीख को पक्का पहुंचेगा उधर, आप फिक्र मत करो। ओके। ഇതേതാ പുതിയ അവതാരം? ഇവിടെയും കണ്ട് പരിചയമില്ലല്ലോ. വിദേശിക്കും സ്വദേശിയോ? അതെ, കണ്ട മത്തങ്ങക്ക് കണ്ണും മൂക്കും വെച്ച പോലെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാ മത്തങ്ങ ഇല്ലി പറയുന്നത് കേൾക്കുന്നത്. അച്ഛാ, ഹലോ, ഇത് അബ്ദുള്ളയാണ്. ബോംബെന്ന് റാംജി ഇപ്പൊ വിളിച്ചേ ഉള്ളൂ. 10 ലക്ഷം രൂപ ലോസ് ആണ് പോലും. നീ ഇതെവിടെയാ പോയി കിടക്കുന്നത്? ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നേരി കാണാവുന്ന. നിർത്തുന്നുണ്ടോ നിങ്ങളെ ലാത്തിയടി? ഓലക്കേല ഫോൺ വിളിച്ചോണ്ട് ആളെ ബുദ്ധിമുട്ടിക്കാൻ. എടോ, ഇത് കേരളമല്ലേ, ഉഗാണ്ടയൊന്നും അല്ലല്ലോ. ഫോൺ വിളിക്കാൻ പാടില്ലെന്ന് ബോർഡ് വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോ? മലയാളിയാ? അതെയോ? വേണ്ട, വരദം വന്ന് ഇവിടെ കളിക്കണ്ട. വന്ന കോളേജ് പോകൂല. ബോംബെന്ന് ഒരുപാട് കളി കളിച്ചിട്ടാ ഇവിടെ വന്നത്, മനസ്സിലായോ? എന്നോട് കളിച്ച മോന്ത കുട്ടിക്കടിച്ചതിന്റെ ഷേപ്പ് ഞാൻ മാറ്റും. കേട്ടടാ, ഇപ്പൊ നടക്കും. ഈ അബ്ദുള്ളയോട് നീ കളിക്കാറായില്ല. എന്താ നീ വിചാരിച്ചേ? ആളറിയാതെ എന്തോ പറഞ്ഞു പോയതാ. എത്രയായി? 65 റുപ്യ. ഒരു തല്ല് കാണാനുള്ള ഭാഗ്യം നമുക്കില്ലട്ടോ. സാർ ബാക്കി? നീ വെച്ചോ. ഓ, അയ്യേ, ട്യൂഷൻ കഴിഞ്ഞപ്പോ സന്ധ്യയായി. നടക്ക്. മീരെ, നീ എന്താ ഇങ്ങനെ? എല്ലാവരും ഇന്ന് അകന്ന്. പെൺകുട്ടികളായ കുറച്ച് പ്രസരിപ്പൊക്കെ വേണം. പ്രശ്നങ്ങൾ അതെല്ലാവർക്കും ഉണ്ട്. വെറുതെ മുഷിഞ്ഞിരിക്കാതെ ആ നേരത്ത് വല്ല പുസ്തകങ്ങളും വായിച്ചാൽ മനസ്സ് ശാന്തമാകും. ശാന്തമായ മനസ്സിലെ നല്ല ചിന്തകളുണ്ടാവും. ഞാൻ ഇത്രയും പറഞ്ഞത് നീ എന്നെ ഒരു അന്യനായി കാണുന്നില്ലെന്ന് വിചാരിച്ചിട്ടാ. ആ പാവ ശാരദേച്ചിയുടെ എല്ലാ പ്രതീക്ഷയും നീയാ, അത് മറക്കണ്ട. സൂക്ഷിച്ച്. മീനേച്ചി എന്താ ഇറങ്ങുന്നില്ലേ?
വിഷമം പോലെ. ചന്തേന്ന് ബാല്യക്കാര് വല്ലതും പറയോ കാട്ടോ ചെയ്തോ? കുമാരേട്ടാ, എന്താ? 2 പഴംപൊരി. ആർക്കാ ഇപ്പൊ പഴംപൊരി? അത് പഴംപൊരി ഇല്ലേ, പകരം റിസ്ക് മതിയോ? അവൾക്ക് കുറച്ച് റിസ്ക് എടുത്ത് കൊടുത്തേ. ലേഖേ ചന്ദ്രലേഖേ നിൻ കരളിൻ മുറിവിൽ നിന്നുമൊഴുകും നിലാവിൻ്റെയോ മനപ്പേരാണ് പ്രണയം. അനശ്വരമാ പ്രണയം. ലേഖേ ചന്ദ്രലേഖേ നിൻ കരളിൻ മുറിവിൽ നിന്നുമൊഴുകും നിലാവിന്റെ ഓമനപ്പേരാണു പ്രണയം. അനശ്വരമാ പ്രണയം. ലേഖേ ചന്ദ്രലേഖേ അഞ്ചിതൾ പൂവിൻ്റെ നെഞ്ചിൽ വേദന വിങ്ങും വിരഹം തൂവുന്ന തേനാണ് പ്രണയം. ചന്ദ്രലേഖേ തളിർവിരൽ സ്പർശനം തേടും ഗന്ധർവ വീണയെപ്പോലെ തരളം കാമുക ഹൃദയം പാടുന്ന ഗസരാണ പ്രണയം. ചുംബിച്ചു ചുംബിച്ചു തെന്നൽ മോളിയുണർത്തുന്ന പ്രണയം. ലേഖേ ചന്ദ്രലേഖേ നിൻ കരളിൻ മുറിവിൽ നിന്നുമൊഴുകും നിലാവിൻ്റെയോ മനപ്പേരാണ് പ്രണയം. അനശ്വരമാ പ്രണയം. ലേഖേ
ചന്ദ്രലേഖേ ആരെയാ സ്വപ്നം കാണുന്നത്? ഹരിയേട്ടനെയാ? നീ പോടി. എന്നോടൊന്നും മറച്ചു വെക്കണ്ട, ഒക്കെ ഞാൻ അറിയുന്നുണ്ട്. നിനക്ക് വട്ട? ആ വട്ട, അത് മീരച്ചയ്ക്കാണെന്നേ ഉള്ളൂ പ്രേമ മൂത്ത വട്ട്. ദേ മീനു, വേണ്ടാത്തവരൊന്ന് പറഞ്ഞാലുണ്ടല്ലോ. ഞാനൊന്നും കാണുന്നുമില്ല, ഞാനൊന്നും കേൾക്കുന്നുമില്ല. അങ്ങോട്ടിരുന്നോളൂ. ടോക്കൺ 4. കുട്ടി, ഒക്കെ നേരെയാവും. ഈശ്വരന്മാര് നല്ലത് വരുത്തും. ഭഗവാൻ ആരുടെയും കണ്ണീര് കാണാൻ വയ്യ. അവിടുന്ന് ഭക്തവത്സലനാണ്, അനാഥ രക്ഷകനാണ്. കൃഷ്ണ. മീരച്ച എന്തിനാ കരയണേ? അത് നിനക്കത് മനസ്സിലാവില്ല. എന്നാലും പാറ, കല്യാണം നടക്കാത്തോണ്ടാ? മീരച്ചയ്ക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്, വേഗം നടക്കും. അശ്രീകരം, വിളക്കിന്റെ മുമ്പിൽ ഇരുന്ന് 10 നാമം ചൊല്ലണ്ട്, കണ്ണാടി നോക്കിയ ഗോറ്റ് കാണിക്ക. പിന്നെ എങ്ങനെയാ ഗുണം പിടിക്ക? വേണ്ട നേരത്ത് വേണ്ടതൊന്നുമില്ല. ഇത്തവണ നീ ഓരോ മുടന്തിന്യായം പറഞ്ഞ് ഒഴിവാവരുത് കേട്ടോ. കാര്യമായിട്ട് എന്തെങ്കിലും സംഭാവന കൊടുത്തേ പറ്റൂ. എടോ, നമ്മളൊക്കെ വിചാരിച്ചാലേ കാവിലെ ഉത്സവം നടക്കൂ. ഒക്കെ ശരിയാ. ഞാൻ വേണമെങ്കിൽ 10-50 കൊടുക്കാം. അതിനപ്പുറം എന്നെ കൊണ്ട് കൂട്ടിയാ കൂടൂല. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് പിന്നെ നീ കുമാരാ, പ്രായം മോളെനിക്കുള്ളത് നിനക്കറിയാലോ. അത് തന്നെ ഞാൻ എങ്ങനെയാ? എവിടേക്കാ ഇത്ര ധൃതിപ്പെട്ട? ചന്തയ്ക്ക്. അതെയാ? പതിവില്ലാതെ നീ എന്തിനാ ചന്തയ്ക്ക് പോണേ? അതോ, അതിപ്പോ ഒരു ആടിനെ മേടിക്കണം എനിക്ക് സ്വന്തമായിട്ട്. തോട്ടുവക്കത്ത് നിറയെ പുല്ലുണ്ട്. ചവിട്ടിച്ച കൊല്ലത്തില് 3 പേരും, ഓരോ പേരിലും 2 ആട്ടിൻകുട്ടികള്. ഒരു കൊല്ലം കഴിഞ്ഞ കാശായി. അല്ല കുമാരാ, എന്നാ നമുക്ക് ആട് കൃഷി തുടങ്ങിയാലോ? ആയിക്കോട്ടെ. കുണ്ടിലിരിക്കും തവളക്കുഞ്ഞിന് കുന്നിന് മേലെ പറക്കാൻ മോഹം. അതെയോ? അയ്യോ, അതേ അവൾക്ക് ഇഷ്ടായില്ല. നിനക്ക് വല്ല ഭ്രാന്ത് കൊണ്ടോടാ ഹരി? നമ്മൾ വെറുതെ കഷ്ടപ്പെടാന്നല്ലാതെ. അതെന്താ? 7ാം ക്ലാസ് പാസ്സായവർക്കുള്ള PSC പരീക്ഷ എഴുതാൻ വരുന്നത് ഡിഗ്രിക്കാരും PGക്കാരും ഒക്കെയാ. അതിനെന്താ, പഠിച്ചാൽ നമുക്ക് എഴുതിക്കൂടെ? മനസ്സിൽ ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മളത് നേടിയിരിക്കും. ഒരു പ്യൂണിന്റെ പണിയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. നിനക്കാണെങ്കിൽ ഒരു ചായക്കടയെങ്കിലും ഉണ്ട്, നമുക്കതുമില്ല. സ്നേഹിച്ച പെണ്ണിനെ കെട്ടണമെങ്കിൽ ഒരു ജോലിയാ വേണ്ടത്, അതും ഗവൺമെന്റിന്റെ. നീ പേടിക്കണ്ട. ഈ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ആർക്കും ജോലി കിട്ടിയില്ലെങ്കിലും നിനക്ക് കിട്ടും, അത് ഉറപ്പാ. ഡാ ഹരി, ഞാൻ നിന്റെ അച്ഛനോട് വേലായുധേട്ടനുമായി സംസാരിക്കാൻ പറയട്ടെ? എന്റെ അച്ഛന് സന്തോഷമേ ഉള്ളൂ, പക്ഷേ രാധയുടെ അച്ഛൻ സമ്മതിക്കില്ല. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഞാൻ ഏതായാലും കുമാരേട്ടനെ കാണട്ടെ. കുമാര, എന്താ കാര്യം വെച്ചാ പറഞ്ഞോളൂ, മടിക്കണ്ട. അതെ, കാര്യം എന്താന്ന് വെച്ചാൽ എന്റെ മോനില്ലേ ഹരി, അവനൊരു മോഹം. അതൊന്ന് സാധിപ്പിക്കാൻ വേലായുധം ഒന്ന് മനസ്സ് വെക്കണം. എന്താ എന്റെ കയ്യിലാണ് അവന്റെ മോഹം?
അതെ, നിന്റെ സ്വന്തം മടിയില. ഒന്ന് നേരെ ചൊവ്വ പറയൂ എന്റെ കുമാര. അല്ല, അത് തന്റെ മോളിലെ രാധ, ആ കുട്ടിയെ ഞങ്ങൾക്ക് തരുമോ? പ്രായമായ പെൺകുട്ടികളെ ചോദിച്ച് വേണ്ടപ്പെട്ടവർ വന്നാ തരില്ല എന്ന് പറഞ്ഞത് ശരിയല്ല. ഒരുത്തൊക്കെ ശരിയാണെങ്കിൽ കൊടുക്കണം. പക്ഷേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് മോളെ കെട്ടിച്ചു കൊടുക്കണം എന്നാണ് എന്റെ ആഗ്രഹം എന്ന് കുമാരൻ അറിയാലോ. അതുകൊണ്ട് കുമാരൻ ഒന്നും വിചാരിക്കരുത്. ദീപം ദീപം ദീപം. അച്ഛനെന്താ ഇത്ര നേരം വൈകിയേ? ആ കുമാരനായിട്ട് ഒന്ന് രണ്ടും പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. മോളെ, കുമാരനൊരു കാര്യം പറഞ്ഞു. ഹരിക്ക് നിന്നെ കെട്ടിച്ചു കൊടുക്കണം. പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അച്ഛന്റെ ആഗ്രഹം മോക്കറിയാലോ. നിനക്ക് അവന് ഇഷ്ടാണെന്ന് എനിക്കറിയാം. മോളെ, ജീവിതം ഒന്നേ ഉള്ളൂ. ഇപ്പൊ നിനക്ക് തോന്നും അച്ഛനൊരു ദുഷ്ടനാണെന്ന്. കുറച്ചു കഴിഞ്ഞാൽ നീ തന്നെ പറയും അച്ഛന്റെ തീരുമാനം ശരിയായിരുന്നു എന്ന്. എന്നാലും ആ ശാരദയും പെണ്ണും വന്നില്ലല്ലോ. അങ്ങാടി പോയതത്രേ. അവർക്കറിയില്ലേ ഇന്നാ കുളിന്ന്. അതും മീനുന്റെ ഇഷ്ട കൂട്ടുകാരി ആ പെണ്ണ്. എന്നിട്ടും സാരമില്ല, സദ്യക്ക് വരുമായിരിക്കും. തിന്നാ മാത്രം വന്നാ മതിയോ? അല്ലേ. അല്ല, നീ വരുന്നില്ലേ? നിന്റെ കൂട്ടുകാരിയല്ലേ അവള്? ഉണ്ണാ മാത്രം അയച്ചെന്നാ മോശമല്ലേടി. വാ. ഞാനില്ലമ്മേ, എന്റെ വയറിന് എന്താണാവോ. എന്താ നിനക്ക്? അത് അമ്മയ്ക്കറിയില്ലേ? ശരിയാ, അവിടെ നിനക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ല. വേണ്ട. എന്നാലും വല്ലാത്തൊരു സാധന ആ പെണ്ണ്. ഇത്രയും കാലം കൂട്ട് നടന്നിട്ട് ആ കുട്ടിക്കൊരു നല്ല കാര്യം വന്നപ്പോ തിരിഞ്ഞു നോക്കിയാ. അമ്മേ, നിങ്ങൾ വേണ്ടാത്തതൊന്നും പറയണ്ട. മേരിക്ക് സുഖമില്ലാത്തതുകൊണ്ടല്ലേ മീനുവിന്റെ തെരണ്ട് കല്യാണത്തിന് വരാതിരുന്നത്. അതാ പറഞ്ഞത് നീ ഒരു പൊട്ടിയാന്ന്. ആ, മറ്റുള്ളവര് പറയുന്നത് കണ്ണടിച്ചങ്ങ് വിശ്വസിക്കും. അല്ല, നിങ്ങക്ക് തോന്നുന്നുണ്ടാ ആ പറഞ്ഞത് സത്യാന്ന്? ഒരു പ്രതിമയോടാണല്ലോ ഭഗവാനെ ഞാനൊരു സംശയം ചോദിച്ചത്. നിങ്ങൾ പറഞ്ഞത് ശരിയാ. അവര് നമ്മളിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ എത്ര കല്യാണാലോചന വന്നതാ. അല്ല, ഏതെങ്കിലും തള്ള പറയോ മോക്ക് ജാതകദോഷം ഉണ്ടെന്ന്? അതാ ഞാൻ പറഞ്ഞത്. നിക്കട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ ഈ ചിരിത ആ കള്ളി വിളിച്ചെത്തും. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? വെറുതെ മറ്റുള്ളവരെ കുറ്റവും കുറവും നോക്കി നടക്കാനായിട്ട്. വലിയൊരാള് ചന്തേന്ന് വരുമ്പോ എനിക്ക് കുറച്ച് വള വാങ്ങണം കേട്ടോ അമ്മേ. നീ എന്താ വളയും മലയും കച്ചവടത്തിന് പോവാ? ഇതിന് മാത്രം വാങ്ങി കൂട്ടിട്ട്. പെൺകുട്ടികളാകുമ്പോ ഇത്തിരി സുന്ദരിയായിട്ടൊക്കെ നടക്കണ്ടേ ശാരദേച്ചി? അയ്യടാ, അത് ഞങ്ങള് തമ്മിലുള്ള കാര്യം. നീ ഇതിൽ ഇടപെടണ്ട കേട്ടോ. ആദ്യം ഇതൊക്കെ ഒന്ന് വിൽക്കട്ടെ. എന്തെങ്കിലും കിട്ടിയാ വാങ്ങി തരാട്ടോ. അല്ല ശാരദേ, ഒത്തിരി ഉണ്ടല്ലോ. ഒന്ന് നല്ല കോളായിരിക്കും. നിങ്ങളൊന്ന് കണ്ണു വെക്കാതിരിക്കണ്ടേ വേലായുധേട്ടാ. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. അല്ല, എന്താ ഇവളുടെ കല്യാണക്കാരൊക്കെ? അതൊന്നും പറയാതിരിക്കാൻ നല്ലത്. തലയൊക്കുമ്പോ വാലൊക്കൂല. ആ, എല്ലാത്തിനും ഒരു നേരം ഉണ്ടല്ലോ.
ഞാനും അങ്ങനെ സമാധാനിക്കുക. നിങ്ങൾ ഉദ്യോഗക്കാരനെ മോളെ കൊടുക്കുന്നു വാശി പിടിച്ചിട്ടല്ലേ? വാശിയല്ല ശാരദേ, മോഹ. ആ നീ വരുമ്പോഴേ ഒരു 5 ഉറുപ്പ്യക്ക് മൂക്കുപൊടി വാങ്ങണേ. വാ. എന്റെ മുഖത്തിന് എന്താ കുഴപ്പം? ഞാൻ സുന്ദരിയല്ലേ? രാവും പകലും വരുന്ന കണ്ണാടി നോക്കിട്ട് എന്താ കാര്യം? മുഖം മാത്രം നന്നായി പോരല്ലോ. കണ്ണാടി നോട്ടം മോശിച്ചതോ. ഇതാരാ? താനിവിടെ ഇല്ലായിരുന്നോ? നമ്മളിങ്ങനെ നടക്കാന്നല്ലാണ്ട് ഒരു കല്യാണക്കാരി അങ്ങ് ശരിയാവുന്നില്ല. ദാ ഇപ്പൊ തന്നെ ഒരു 3-4 കേസ് ഞാൻ വേലായുധനോട് പറഞ്ഞതാ. അതിനെന്താ കുഴപ്പം? അയാൾക്ക് അതൊന്നും വേണ്ട, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് വേണം പോലും. കുക്കിലൊതുങ്ങുന്നു കൊത്തിയാ പോരെ. അതൊക്കെ അവന്റെ ആഗ്രഹമല്ലേ, പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ശരിയാണ്, പക്ഷെ ജോലിയുള്ള ചെറുക്കന് ജോലിയുള്ള പെണ്ണെ പറ്റൂന്ന് പറഞ്ഞാ ഞാൻ എന്ത് ചെയ്യാനാ? ചിലപ്പം മനസ്സ് വെച്ചാൽ അതൊക്കെ നടക്കും. നമ്മുടെ വേലായുധനല്ലേ, എത്ര ബുദ്ധിമുട്ടിയാൽ അവന്റെ മോഹം നടക്കണം. ആ കിണാശ്ശേരിയിൽ ഒരു കൂട്ടറുണ്ട്. ഓ ഞാനൊന്ന് പോയി നോക്കട്ടെ. എന്നാ ശരി. ഓ എടാ, പെണ്ണുങ്ങളെ കാണുമ്പോൾ നിന്റെ ആർത്തി ഒന്ന് അവസാനിപ്പിക്കും. നിനക്കതൊക്കെ പറയാം, നിനക്കെന്നും സദ്യയല്ലേ. ഓ എനിക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല. അല്ലലില്ലാതെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയാൽ മതി. ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമാ? അല്ല നീ ഒരു കാര്യം ചെയ്, എങ്ങനെയെങ്കിലും ആ ഡോക്ടറുടെ വീട്ടിൽ എനിക്കൊരു പണി വാങ്ങിത്താ. എന്നിട്ട് വേണം എന്റെ കഞ്ഞിടി മുട്ടാൻ അല്ലേ? ഓ അങ്ങനെ ഒന്നും വരൂലോ. എന്താ ഒരു ചുറ്റിക്കളി? ഒന്നുമില്ല. എന്താ ചൂട്, ഇതിലെ വന്നപ്പോ കാലം നനയ്ക്കാന്ന് കരുതി. ഓ അതാണോ? ഞാൻ വിചാരിച്ചു എന്നോട് എന്തോ പറയാനുണ്ടെന്ന്. ഉണ്ട്, അതുണ്ട്. അല്ല നിന്റെ ആടിന് എത്ര പാല് കിട്ടും? അതിന് എന്റെ ആട് പെറ്റില്ലല്ലോ. പെറ്റില്ലാന്നോ? എന്താ പെറാത്തത്? ചവിട്ടിക്കാഞ്ഞിട്ട്. ആ അങ്ങനെ വരട്ടെ, ചവിട്ടിച്ചാ പെറും, അതുറപ്പാ. അതേ ചൂടാവുമ്പോ ചവിട്ടിച്ചില്ലെങ്കിൽ ചെന പിടിക്കില്ല ആടിനായാലും. ഇത് പറയാനാ ഇപ്പൊ വന്നത്? ജാനുവിന്റെ ആടിനെ കുറിച്ച് ഓർത്ത് വെളിച്ചപ്പാട് വിഷമിക്കണ്ട, അതിന് വേണ്ടത് ഞാൻ കൊടുത്തോളാം. സമയം കളയാതെ വെളിച്ചപ്പാട് പോവാൻ നോക്ക്, എനിക്ക് 100 കൂട്ടം പണിയുള്ളതാ. ഞാൻ വെറുതെ പറഞ്ഞെന്നേ ഉള്ളൂ, മറന്നു. കോരപ്പനെ ഒന്ന് കാണാം. നീരേ, നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. എന്നാലും ഞാൻ എത്ര കൊതിച്ചാണെന്നറിയോ ഉണ്ണിയേട്ടന് ഇതുപോലെ എന്നെ സ്നേഹിക്കുന്ന, മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടാൻ. ഞാൻ അനുഭവിച്ച മാനസിക പീഡനത്തിന് ഒരതിരുമില്ലായിരുന്നു ഇതുവരെ. ഇപ്പോ കുളിർമഴ പെയ്ത പോലെ മനസ്സ് ശാന്തമായിരിക്കുന്നു. മീരേ, ഈ കടൽ പോലെയാണ് മനസ്സ്, തീരത്തണയാനുള്ള ഓളങ്ങളുടെ വെമ്പൽ പോലെ. നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാളെ തേടി അലഞ്ഞുകൊണ്ടേയിരിക്കും മനസ്സ്. ഏതായാലും എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. ഞാനിപ്പോ ഭാഗ്യവതിയാണ്. ഭാഗ്യം എനിക്കാണ്, നിന്നെ പോലൊരു പെണ്ണിനെ എനിക്ക് കിട്ടിയില്ലേ. വേണ്ട വേണ്ട, ഇതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട്. ഏയ് ഓടരുത്, നിൽക്കാൻ ഓടരുത്. വേണ്ട വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ട.
എന്താ മോളെ, എന്ത് പറ്റി? ഒരാളെന്നെ വെള്ളത്തിൽ മുക്കി. ഒന്നുമില്ല മോളെ, അമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നു. നാളെ തന്നെ ജോൾസിനെ കണ്ട് പ്രശ്നം വെപ്പിക്കാം. കിടന്നു കിടന്നു കെട്ടിപ്പിടിച്ച് കിടന്നു. പന്ത്രണ്ടിൽ സൂര്യൻ, 4 ശനി, 5 കേതു, 8 വ്യാഴം. ഇതൊക്കെ പ്രതികൂലാന്ന് കാണുന്നു. ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലം കണ്ടുവെന്ന് വരില്ല. എന്നാലും ഒരു വർഷവും 28 ദിവസവും കഴിഞ്ഞാൽ അനുകൂല ഭാവം ലഭിക്കും. വിവാഹയോഗമുണ്ട്, പുത്രലാഭം ഉണ്ടാവും. ദോഷപരിഹാരത്തിന് സുദർശന യന്ത്രം ധരിക്കുന്നത് നന്നാവും. ശിവങ്കൽ ധാരി. കുട്ടിയുടെ സകലതോ സർവത്ര പരിഹാരായി. ഇപ്പൊ അമ്മയ്ക്കും മകൾക്കും ചീത്തകാല. ഇനി എന്താ അറിയാനുള്ള? ഒന്നുമില്ല. ശരി, എന്നാ രാശി മുടക്കട്ടെ. നീ എന്നാ സിനിമ കാണുക? മോന്റെ ഒരു നോട്ടം. വെറുതെ വെള്ളം ഒഴിക്കാൻ ഞാൻ എന്താ കാട്ടിയേ? നാശം പിടിച്ച തള്ള. നീ എവിടെ നോക്കിയിരിക്കുക? ഒരു എന്തോ ഇല്ലാണ്ട് ഓരോരുത്തന്മാരും ഇതൊന്നും പറയാൻ വയ്യ. 2, 3 ബാങ്ക് ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. ആരുടെ കൊല്ലിക്കാ പിടിച്ചേ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാനൊരു ലോഹ്യം ചോദിച്ചെന്നല്ലേ ഉള്ളൂ. എന്നെ കടിച്ചു കയറാൻ പാടില്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്നെ പേടിയാ? ഇയാളെ പേടിക്കാതിരിക്കാൻ പറ്റുമോ? തട്ടകത്തെ ഭഗവതി ചോദിച്ചാ പരിഹാരം ഉണ്ടാക്കാം. അതുപോലെ ഇയാള് നമ്മളെ ശാരദയുടെ മോളെ ആ ചെക്കൻ കറി പിടിച്ചോന്ന്. ഏത് ചെക്കൻ? നമ്മളെ രാജു. ശാരദനെ സഹായിക്കണ്ടേ ഓൻ? കൊടുക്കാൻ സഹായിച്ച് ആ പെണ്ണിനെ വയറ്റിലാവാനാ മതിയായിരുന്നു. നാവിന് എല്ലില്ലാന്ന് കരുതി വേണ്ടാതീനം പറയുന്നുണ്ട്. അതിലുണ്ട്. നിങ്ങൾക്കൂല്ലേ പെര നടന്നേക്കുന്ന ഒരു പെണ്ണ്? ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. അല്ല, ഈ കാതുകൊണ്ട് കേട്ടതാ. പുഴക്കടവിന്നെ പെണ്ണുങ്ങൾ അടക്കം പറയണത്. ഓ, ഞാൻ പണ്ടേ ചാരത്തിയോട് പറഞ്ഞതാ, വെടിമരുന്നിന്റെ അടുത്ത് തീക്കൊള്ളി വെക്കരുത്. ഞാൻ കാര്യം എന്താണെന്നൊന്ന് അന്വേഷിക്കട്ടെ. സത്യം അറിയുന്നത് വരെ നിങ്ങൾ അവരെ നാറ്റിക്കരുത്. അല്ലെങ്കിലും എനിക്കറിയാം നിങ്ങൾ അങ്ങനെ തന്നെ പറയുന്നു. ഓ, ആ ചാരതയുടെ കാര്യമാ പ്രത്യേകിച്ചും. ഞാൻ അറിഞ്ഞത് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് നിങ്ങളിഷ്ടം. പണ്ടാറങ്ങ ഇതിനൊരു പാമ്പും കടിക്കണില്ല. ഈടെയായി നിന്നെ തീരെ കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ. ചന്തേന്ന് വരുമ്പോ തന്നെ സമയം ഒരുപാടാവും. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. അങ്ങനെ ആവാഞ്ഞാ മതി. എന്താണ് ചുറ്റിക്കളി? ഏയ് ഒന്നുമില്ല. അല്ല, നീ ആ ശാരദേച്ചിയുടെ മോളോട് എന്ത് തോന്നിയാസാ കാട്ടിയേ? അത് ഞാനൊന്നും കാട്ടിയില്ല. ആരാ പറഞ്ഞത്? ആരും ആയിക്കോട്ടെ, നീ എന്താ കാട്ടിയേ?
അതിപ്പോ നമ്മൾ ആണുങ്ങളാകുമ്പോ പെൺകുട്ടികളെ നോക്കിനൊക്കെ വരൂലേ? നോക്കി നല്ലല്ലോ പറഞ്ഞത്. അതെ, ആ തള്ളയ്ക്കും മോക്കും വട്ട. അല്ലെങ്കിൽ പിന്നെ ഇത്രയും കാലം അവരെ സഹായിച്ച എന്നെ പറ്റി തോന്നിയാസം പറയൂ. വരട്ടെ, എന്നെ നാറ്റിച്ച പണി ഞാൻ കൊടുക്കും. അതെ, നിനക്ക് പണിയാൻ അറിയാം എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ആ പാവങ്ങളെ വെറുതെ വിട്ടേക്ക്. ഇനി വല്ലതും നിന്റെ പേര് കേട്ടാ ഞാൻ കടപെടേണ്ടി വരും. വെറുതെ എന്തിനാ? അതിന് ഞാൻ തെറ്റൊന്നും. വെറുതെ സംസാരിച്ച് സമയം കളയണ്ട. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. അപ്പൊയ്ക്കോ ഓടാ. നന്നായി. കണ്ടു പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. ഇത്രയൊക്കെ ആയില്ലേ? നിനക്ക് നിന്റെ തലമുടി ഒന്ന് നേരെ ചൊവ്വെ നോക്കരുതോ? അമ്മ ചീകി തരുന്ന അസുഖം. എന്നും ഈ അമ്മ ഉണ്ടാവുന്ന വിചാരം? ആ രാജപ്പൻ വരുന്നു. ഇതിപ്പോ 4ാമത്തെ തവണ ഞാൻ വരണത്. ഒന്നാന്തരം കേസാ. ഗവൺമെന്റിലാ പണി. കണ്ടാലും നന്ന്. ഇനിയിപ്പോ ഇതിലും നല്ലൊരു ബന്ധം കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്താ ഉറപ്പിക്കല്ലേ? അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു കൊല്ലത്തേക്ക് അവക്ക് ചീത്ത കാലാ. എന്ത് ചീത്തയാണെന്നാ പറയുന്നേ? ഏത് തല്ലിപ്പുള്ളി ജോത്സ്യരാ പറഞ്ഞത് ഈ വ്യാഴദശ ചീത്തയാണെന്ന്? ഇപ്പൊ കല്യാണം നടന്നാ ശരിയാവില്ലെന്നാ ജോത്സ്യര് പറഞ്ഞേ. എന്ത് ശരിയാവില്ല എന്ന്? കുട്ടികളുണ്ടാവില്ലേ? കേക്കണ്ട. ഇതിലും നല്ലൊരു കേസിന് കിട്ടിയെന്ന് വരില്ല. ഒടുവിൽ മൂക്കിൽ പല്ല് മുളച്ച്. കുമാരേട്ടാ, ചായക്ക് കടുപ്പം തീരെ കുറവാ. അത്രയ്ക്കുള്ള കടുപ്പൊക്കെ ഉണ്ടാവുള്ളൂ. ചായപ്പൊടിക്കൊക്കെ എന്താ വില എന്ന് വിചാരിച്ചിട്ടാ? കുമാരേട്ടാ, ഈ ലോകത്ത് ഇത്ര കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലവും എവിടെയും ഉണ്ടാവില്ല. ഇതെങ്ങനെ മുതലാവുന്നു? എടോ, കാശുകാരനാവാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ കട നടത്തുന്നത്. ഒരു സേവനം. കൂട്ടത്തിൽ എനിക്ക് ഹരിക്കും അല്ലലില്ലാണ്ട് കഴിഞ്ഞു പോണം, അത്രേ ഉള്ളൂ. ഇക്കണക്കിന് പോയാൽ ഒരു 10 കൊല്ലം കഴിഞ്ഞാലും കുമാരേട്ടന് ഇക്കടയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. കൊല്ലം കുറെ കഴിഞ്ഞില്ലേ? കുമാരന്റെ സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ? അതില്ല. നീ കേട്ടിട്ടില്ലേ, 10 കിട്ടിയാൽ 100 മതി എന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും. യുദ്ധം ഓരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോയിടുന്നു പാവം ശിവ ശിവ. പണത്തിന് പിറകെ പാഞ്ഞാൽ ജീവിക്കാൻ മറന്നുപോടോ. കുമാരന് പണക്കാരനൊന്നും ആവണ്ട. മനുഷ്യനെ പോലെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ജീവിച്ചാൽ മതി. കുമാരേട്ടോ, ഒരു ചായ. രായപ്പൻ നേരത്തെ ആണല്ലോ. രായപ്പ, നമുക്ക് കത്തൊന്നുമില്ലേ? ഉണ്ടെങ്കിൽ അങ്ങോട്ട് തരും. ആഹാ, ഇന്ന് ഒരുപാട് കത്തുകളുണ്ടല്ലോ രായപ്പ. ഒന്നും പറയണ്ട കുമാരേട്ടാ, അലഞ്ഞലഞ്ഞു മതിയായി. ചിലപ്പോ ഇട്ടെറിഞ്ഞു പോയാലോ എന്ന് തോന്നിപ്പോവും. പിന്നെ കുട്ടികളുടെ മുഖം ഓർക്കുമ്പോ സഹിക്കാതെ പറ്റില്ലല്ലോ. ഇത് കുമാരേട്ടനൊന്ന് കൊടുത്തേക്കണം. പിന്നെ കോരന്റെ മണി ഓർഡറാ, അത് ഞാൻ പോയല്ലേ പറ്റൂ. അതെ 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 അതെ. ഇനി വല്ലതും വേണോ? വേണ്ട. സന്തോഷായില്ലേ? ഹരിയേട്ടൻ വിഷമിക്കണ്ട. ഒരു ജോലി ഹരിയേട്ടന് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാ. എവിടെ രാധേ, സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. ഒരുപാട്. എനിക്കൊരു കാര്യം അറിഞ്ഞാൽ മതി. എന്റെ കൂടെ ജീവിക്കാൻ നീ തയ്യാറാണോ? ഹരിയേട്ടൻ എന്തായി പറയുന്നേ? ജീവനുള്ളിടത്തോളം കാലം ഈ രാധ ഹരിയേട്ടന് തന്നെയല്ലേ? മതി, എനിക്കിത് കേട്ടാ മതി. കുറെ നേരം മീരേച്ചി സുഖിച്ചിരുന്നിങ്ങനെ ആടുന്നു. ഇനി ഞാനൊന്ന് ആടട്ടെ. ശരി. ശരിക്കുണ്ട്. അല്ല, ഇതിപ്പോ എന്ത് സാധനം എന്നാ പറയേണ്ടത്? കൊട്ടയോ അതോ കോഞ്ഞാട്ടയോ? ഒരു ബലവും ഇല്ല. അത്രയ്ക്ക് ബലമൊക്കെ കാണൂ. നാട്ടിലെ ഈറ്റ മുളയൊന്നും ഇല്ലാണ്ടായി. ഈറ്റ ഉണ്ടാവണമെങ്കിലേ മണ്ണ് വേണം. കോൺക്രീറ്റ് ആയ ഉണ്ടാവില്ല സാറേ.
അമ്മേ ദേ നോക്ക്, നല്ലതല്ലേ? നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിച്ചോ മോളെ. നിങ്ങക്ക് കുട്ട വേണോ? ഞാൻ ആ മാങ്ങാ കച്ചവടക്കാരനെ നോക്കിയിരിക്കുക. അയാൾക്ക് 10 കുട്ടയും കൂടെ വേണമെന്ന് പറഞ്ഞേ. അതടുത്ത് എന്തൊക്കെയായാലും മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോ, ഇല്ലെങ്കിൽ പോ. മുഴുവൻ ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ല, എന്നാലും ആ ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേലക്കാരി ഒന്ന് എടുത്തോളൂ. 10 കുട്ടയല്ലേ സാറേ? 10. ഈ വെള്ളരിക്ക എത്ര? 5 രൂപ. 5ഓ? നോക്കിയമ്മേ. ആഹാ, നല്ല കണ്ണാടിയാണല്ലോ. എനിക്ക് 3-4 എണ്ണം കൂടെ വിൽക്കാനുണ്ട് മോളെ. എന്നാ നിനക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാ പോയി മേടിച്ചോ. വേഗം വരണേ. ആ കുട്ട കുട്ട. സമാന ഹൃദയാ ഭവാനുവേ
ഉറക്കത്തിൽ പേടിച്ച് നിലവിളിക്കാത്ത ആദ്യത്തെ ദിവസമായിരുന്നു ഇന്നലെ. ഇനിയിപ്പോ ആ ജോത്സ്യം പറഞ്ഞ പോലെ നല്ല കാലം വരാൻ പോവാ. ഈ ഏലച്ച് കിട്ടിയ പിന്നെ ഒരു തടസ്സവും ഇല്ല അല്ലേ? ഇനി 1-2 പൂജയും കൂടെ ഉണ്ട്. അതും കൂടി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്റെ മോക്ക് മംഗല്യയോഗമാവും. ഇത് കുടിച്ചിട്ട് പോയി കുളിച്ചിട്ട് പോ. ഇനി ഒന്നും പേടിക്കാനില്ല. ഒരു ദുസ്വപ്നവും കാണില്ല. അതാ പേടി. സ്വപ്നങ്ങൾ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കണേ. അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചത്തേനെ. നീ എന്താ പറഞ്ഞേ? അതന്നെ, നിൽക്കൂലേ മോഹങ്ങള്. എല്ലാ സ്വപ്നത്തിന്റെയും തുടക്കം നല്ലതാ. സ്നേഹമായിട്ട് ഒരാള്, അങ്ങനെ ഞങ്ങൾ അങ്ങനെ. കഴുത്ത് ഞെരിക്കാനാണെങ്കിലും എന്നെ ഒരാള് തൊടണുണ്ട്. കടിക്കാനാണെങ്കിലും മുഖത്ത്. അതും ഇല്ലെങ്കിലോ ഇനി ഒരു പൂജയും മന്ത്രവും വേണ്ട. എനിക്ക് സ്വപ്നം കാണണം. കുമാരേട്ടാ, എന്താ രായപ്പ ഒരു തിടുക്കം? കൂറ 10,000 വീണമാതിരി പരക്കം വാച്ചല്. ഹരി എവിടെ കുമാരേട്ടാ? എന്താ അവനോടൊരു സ്വകാര്യം? അവന്റെ തന്ത കേൾക്കാൻ പാടില്ലാത്തൊരു ഇത്. അയ്യപ്പന്റെ മുമ്പിൽ പുലിക്കളി വേണ്ട കേട്ടോ. അതവൻ നേരിട്ട് വാങ്ങേണ്ട കത്താ, രജിസ്റ്റേർഡാ. അത്രേ ഉള്ളു കാര്യം. അവൻ ആ പറമ്പിലെങ്ങാൻ കാണും. ചായ വരണം? ഏയ് വേണ്ട. വേണ്ടല്ലേ? ഹരി, നിനക്കൊരു രജിസ്റ്റേർഡ് ഉണ്ട്. രാജപേട്ട, എനിക്ക് ജോലി കിട്ടി. എന്താ ജോലി? കോടതിയില്. ആമീൻ. ഹരി, നിനക്ക് ഇരട്ട ഭാഗ്യ. ഇരട്ട പെറ്റ സുഖം. ജോലിയും കിട്ടി, മോഹിച്ച് പെണ്ണിനെയും കിട്ടും. എല്ലാ വഴിപാട് അസലായി. ഭഗവാൻ നന്നായി പ്രസാദിച്ചേക്കണു. എന്നാലും ഹരിയുടെ നാളിലുള്ള വഴിപാട് നിർത്തണ്ട. ഇപ്പൊ കാശിനും വിഷമല്ലോ. ഇത്തിരി കഴിഞ്ഞാൽ വഴിപാട് വായിച്ചു തരാം. അതുകൊണ്ട് പോയാ മതി. എവിടാടി? നിങ്ങൾ കളിക്കും, ഞാനിപ്പോ വരാം. മീനു, എന്താ പറ്റിയ നിനക്ക്? ഒന്നുമില്ല. എന്നോട് കള്ളം പറയണ്ട. നിന്റെ മുഖം കണ്ടാൽ അറിയാം എന്തോ മനപ്രയാസം ഉണ്ടെന്ന്. അമ്മ വഴക്ക് പറഞ്ഞോ? പിന്നെന്താ? അതിപ്പോ കുറച്ചു ദിവസമായി മീരേച്ചി എന്നോട് മിണ്ടാനും കളിക്കാനും ഒന്നും വരുന്നില്ല. എന്താ ദേഷ്യമുള്ള പോലെ. ഓഹോ, അതാണോ കാര്യം? ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞില്ലേ അവക്ക് കുറച്ച് കിറുക്കുണ്ടെന്ന്. ഇപ്പൊ ബോധ്യായല്ലോ. അതൊന്നും ഇല്ല. അതല്ലേ പിന്നെന്താ? നമ്മൾ അറിയാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങൾ മീരേച്ചിക്കുണ്ട്. അത് കല്യാണം നടക്കാത്തതിന്റെയാ. അതിന് എന്നോട് എന്തിനാ ദേഷ്യം കാട്ടണേ? ഞാൻ കുറ്റം പറയല്ല. ചില നേരങ്ങളിൽ അവളുടെ സ്വഭാവം മഹാ ബോറാ. അല്ല, നീ ഞങ്ങളോട് കളിക്കാൻ വരുന്നുണ്ടോ? എനിക്ക് വയ്യ, ഞാൻ ഇവിടെ ഇരിക്കാം. ആവശ്യമില്ലാത്ത ഓരോന്നാലോചിച്ചേ നിനക്ക് കിറുക്കാവണ്ട. ഇനിയിപ്പം വേലാചേട്ടന് തടസ്സമൊന്നുമില്ലല്ലോ. മോളെ കൊടുത്തൂടെ? ഹരിപ്പം സർക്കാർ ഉദ്യോഗസ്ഥനാ. സന്തോഷേ ഉള്ളൂ. ആണിന്റെ ഭാഗ്യം എപ്പോഴാ തെളിയാന്ന് ആര് കണ്ടു? അതിവർഷം അല്പവർഷം, കുതിരയുടെ ചാട്ടം, പെണ്ണിന്റെ മനസ്സ് ആണിന്റെ ഭാഗ്യം. ഇതൊന്നും ദൈവത്തിന് പോലും അറിയില്ലെന്ന സുഭാഷിതം. അതെ അതെ. എന്നാ പിന്നെ ഇതങ്ങോട്ട് ഉറപ്പിക്കല്ലേ? മീനമാസം 5-ാം തീയതി ഞായറാഴ്ച 10-നും 11-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തം.
നമുക്ക് സ്വന്തം. ഒരുപാട് ഒരുപാട് കാത്തിരിപ്പിന് ശേഷം കൊതിച്ച് കൊതിച്ച് കിട്ടിയ നിമിഷം. അയ്യോ, നീ എന്ത് ഭ്രാന്തായി കാണിച്ചോ? വെറുതെ കൈ മുറിക്കേ. പിന്നെ ഞാൻ എന്താ വേണ്ടേ? എന്റെ കഴുത്ത് മുറിക്കണോ? എന്റെ മോൾ ഇങ്ങനെ തുടങ്ങിയാലോ? എല്ലാത്തിനും ഒരു നേരവും കാലവും ഉണ്ട്. നിങ്ങൾക്ക് എത്ര കുപ്പി കള്ളു വേണേ ഞാൻ മേടിച്ചു തരാം. കുമാരന് കാശൊരു പ്രശ്നമല്ല. ഇപ്പൊ ചത്താ പോലും മനസമാധാനത്തോടെ കള്ളു കുടിച്ചിട്ട് ചത്തതാണെന്ന് ആശ്വസിക്കാം. കുമാരേട്ടാ, നിങ്ങളൊരു മഹാന. ഓ മഹാൻ. അയ്യടാ, എത്ര നാളായിന്നറിയോ ഒരു തുള്ളി മോന്തിയിട്ട്? കുമാരൻ എന്തു ആവാം, ഒറ്റ ചെക്കനാ. വയ്യാണ്ട് കിടന്നാൽ നോക്കാൻ ആളുണ്ട്. ഞാൻ കിട്ടുന്ന കാശ് നുള്ളിപ്പെറുക്കി വെച്ചില്ലെങ്കിലേ എനിക്ക് എന്തെങ്കിലും പറ്റിയ എന്റെ ഭാർഗവി ഊര് കണ്ടേണ്ടി വരും. ഇപ്പോഴും താനല്ല ഒരു അന്യനായിട്ടാണ് കാണുന്നതല്ലേ? അതല്ലടോ, ഒന്ന് കരുതി ജീവിച്ച പിന്നെ വിഷമിക്കണ്ടല്ലോ. ജീവിതമായാൽ പ്രശ്നങ്ങളുണ്ടാവും എന്ന് വെച്ച് എപ്പോഴും അത് ആലോചിച്ചിരുന്നാൽ പിന്നെ എന്താണോ ഒരു സുഖം. തലചുട്ട് പൊള്ളുന്നു. ആർക്കോ എന്തിനാ വേണ്ടി വാദിച്ച വാക്കിന്റെ മുതന്ന വേളയിൽ മൂർച്ചയിൽ എന്റെ തലയുട്ട് പൊള്ളുന്നു, എന്റെ തലയുട്ട് പൊള്ളുന്നു. ഓ, തുടങ്ങി കോരപ്പന്റെ ഒരു ഗീതാപാരായണം. അവൻ എന്ത് വേണമെങ്കിലും അയക്കൂടെ? ചെലവിനുള്ള കാശ് മോൻ അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ. ഭാഗ്യം ചെയ്ത ജന്മ. ഇക്കരെ നിൽക്കുമ്പോ അക്കരെ പച്ച, അതാണ് മനുഷ്യന്റെ സ്ഥിതി. അപ്പൊ അതിന്റെ അർത്ഥം മനസ്സിലായില്ല. എടോ, എന്നുണ്ടായിട്ട് എന്താ കാര്യം? ഒറ്റയ്ക്ക് തരിച്ചുള്ള ജീവിതം, തിന്നോ കിടന്നോന്ന് നോക്കാനൊരാളില്ലാതെ. തലയുട്ട് പൊള്ളുന്നു. കോരപ്പൻ ചൊല്ലുന്നത് കവിതയല്ല, ജീവിതമാണ്. ആർക്കോ എന്തിനോ വേണ്ടി വാദിച്ച വാക്കിന്റെ മുതന്റെ വേളയിൽ മൂർച്ചയിൽ പൂർത്തീകരിക്കാത്ത കവിത പോലെയാ ജീവിതം. ഇതെന്താ മീരേച്ചി, ഈറ്റ ചിന്തുമ്പോ പറ്റിയതാ? മീരേച്ചി എന്താ രാധേച്ചിയുടെ വീട്ടില് വരാഞ്ഞേ? ഞാൻ എത്ര നേരം കാത്തിരുന്നെന്നറിയോ? എന്താ വരാഞ്ഞേ? എന്റെ അമ്മ വന്നില്ലേ? മീരേച്ചി വരുന്നത് പോലെയാണോ അമ്മ വരുന്നേ? എനിക്ക് നല്ല സുഖമില്ലായിരുന്നു. ഇപ്പൊ മാറിയില്ലേ? നമുക്ക് വീട് വരെ പോവാം, എന്നിട്ട് പുഴയിൽ പോയി. വേണ്ട. വേണം, വാ ചേച്ചി. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നീ പൊക്കോ. ഞാൻ ഇനി മീരേച്ചിയോട് മിണ്ടില്ല. ഭഗവതി, മീരയുടെ പേര് കഴിക്കാത്ത വഴിപാടുകളില്ല, നേരാത്ത നേർച്ചകളില്ല. എന്നിട്ടും ഒരു ഫലമില്ലാച്ച. ഒക്കെ നേരെയാവും. കലികാല, അസുരജന്മങ്ങൾ വിളയാടുന്ന കാല. ശാരദേ, 1-2 ദിവസമായി ഓരോ ദുർനിമിത്തങ്ങൾ ഞാൻ കാണുന്നു. എന്തൊക്കെയോ നാശം ഇവിടെയും വരാൻ പോണ ലക്ഷണം. വെളിച്ചപ്പാട് എന്തൊക്കെയായി പറയുന്നേ? തട്ടകത്തമ്മ കൺമുന്നിൽ കാണിച്ചെന്ന നിമിത്തങ്ങൾ അതാ പറയണേ. എല്ലാവരും കരുതിയിരിക്കുക. കാലാതീതമായി ഒന്നുമില്ല. ഈശ്വര നിശ്ചയം പോലെ ഒക്കെ നടക്കും. എന്റെ ഈശ്വര. നല്ല ആളാ. നീ എന്താ കല്യാണത്തിന് വരാഞ്ഞേ? എനിക്ക് ശരിക്കും വിഷമമായി. നിന്നെപ്പറ്റി ഞാൻ ഇങ്ങനെയല്ല കരുതിയേ. അത് പിന്നെ ആദ്യം നിന്റെ ഈ അപകർഷതാ ബോധം കളയണം. പിന്നെ ഈ ഒളിച്ചോട്ടം, അതൊന്നിനും പരിഹാരമല്ല. ഹരിയേട്ടാ, ഞാൻ എന്റെ മനസ്സിൽ നല്ല ഓർമ്മകൾക്ക് സ്ഥാനം കൊടുക്കാവൂ. എപ്പോഴും ഇങ്ങനെ സ്വപ്നം കണ്ട് നടക്കാതെ നീ ജീവിക്കാൻ പഠിക്കണം.
കുമാര എന്താ ഇന്നെല്ലാം നേരത്തെ കഴിഞ്ഞോ? ഉണ്ടാക്കിയതൊക്കെ കഴിഞ്ഞപ്പോ മതിയാക്കാന്ന് വെച്ചു. ഇരുട്ടുന്നത് വരെ നിൽക്കാൻ വയ്യ വരായതാ നടുവൊക്കെ. അല്ല, ഹരി എവിടെ പോയി? അവൻ രാധയും കൂടി ടൗണിൽ പോയതാ. എന്തൊക്കെ വാങ്ങാനുണ്ടത്രേ. കുട്ടികളല്ലേ, അവര് പോയി എന്തെങ്കിലുമൊക്കെ വാങ്ങട്ടടോ. ഒരു കാര്യം പറയാനാ ഞാൻ വന്നത്. നാളെ ഒന്ന് ഗുരുവായൂർ വരെ പോണെന്ന് വിചാരിക്കുക. രാധയുടെ കല്യാണം ഭംഗിയായി നടന്ന അവിടം വരെ ചെല്ലാന്നൊരു പ്രാർത്ഥനയുണ്ട്. ഗുരുവായൂരപ്പൻ എന്റെ അവളുടെയും ആഗ്രഹം സാധിപ്പിച്ചെന്നല്ലേ. പിന്നെ 2 ദിവസം കഴിഞ്ഞ് ഞാൻ മടങ്ങും. അതേതായാലും നന്നായി. കാര്യം നടന്നാൽ ദൈവത്തിനെ മറക്കുന്നവരുടെ കൂട്ടത്തിൽ താൻ പെട്ടില്ലല്ലോ. ആരൊക്കെ ദൈവമില്ലെന്ന് പറഞ്ഞാലും നമ്മളെ നിയന്ത്രിക്കുന്നത് ആ ഒരു ശക്തി തന്നെയാണ്. നമ്മളെ മനസ്സാണ് നമ്മളെ ശരി. അതെ, അല്ലാതെ വിവരമില്ലാത്തവന്മാർ ഓരോന്ന് വിളിച്ചു പറഞ്ഞതിലൊന്നും ഒരു കാര്യമില്ല. എന്നാ ഞാൻ ഇറങ്ങാ. കുട്ടികളോട് താൻ പറഞ്ഞാ മതി. പറയാ. ഓ ഗുരുവായൂരപ്പാ. ദേ ഇങ്ങനെ തന്തയും മോളും മുഖത്തോട് മുഖം നോക്കി ഇരുന്നാലേ വയറ്റിലോട്ടൊന്നും പോവൂല. ദാ ഇത് കണ്ടില്ലേ, ഒരൊറ്റ മണി അരി പോലും ഇല്ല. ഒരാഴ്ചയായി ഞാനിവിടെ കിടക്കുന്നത് നീ കാണുന്നില്ലേ? ഇവളുടെ ആളിനാണെങ്കിൽ പാലുമില്ല. തീറ്റ കുറവായിട്ടാ പാലില്ലാത്തത്. എടി ചന്തയും മുറുക്കി നടന്നാ പോരാ, 10 കാശുണ്ടാക്കാൻ പഠിക്കണം. അതെങ്ങനെയാ? ഈ തന്തേന്റെ അല്ലേ മോള്. നീ വിഷമിക്കണ്ട മോളെ, അതങ്ങനെ ഒരു സാധന. മോളെ, നീ ഒരു കാര്യം ചെയ്യേ. ആ കുമാരനെ കണ്ട് ഒരു 50 ഉറുപ്പ്യ കടം മേടിക്ക്. ഞാൻ പറഞ്ഞെന്ന് പറ, തരാതിരിക്കില്ല. ശരി. എന്തേ ചായക്കാണെങ്കിൽ പാലില്ല, കട്ട വേണമെങ്കിൽ തരാം. എങ്ങനെയുണ്ട് നിന്റെ അച്ഛന്? ഒരു കുറവുമില്ല. കുരിപ്പ് പൊങ്ങാനുള്ള ലക്ഷണമാണെന്നാ പറഞ്ഞേ. നീ ആ കോമരത്തിനെ കണ്ടൊന്ന് പറ. കോമരം വന്ന് പട്ടും വാളും തൊടിച്ച് ഒന്ന് കൽപ്പിച്ചാൽ മതി. അരിയും നെല്ലും എറിഞ്ഞ് വീശി തണുപ്പിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. ഓ എന്റെ ദൈവമേ, എന്താ ഈ കൊല്ലത്തെ ചൂട്. അതിനിപ്പോ നാടോട്ടേക്ക് വിത്ത് വിതറാതിരുന്നാ മതിയേ. അല്ല നീ എന്താ വന്നേ? ഒരു 50 രൂപ തരുമോ? തരാം, പക്ഷേ കൃത്യമായിട്ട് മടക്കി തരണം. അല്ലെങ്കിൽ നിന്റെ ആടിനെ ഞാൻ പിടിച്ചോണ്ട് വരും. തരാം. അതെ. തട്ടകത്ത് അശുദ്ധി ബാധിച്ചിരിക്കുന്നു. അമ്മ കോപിച്ചിരിക്കുകയാണ്. ഇതുകൊണ്ടായില്ല. നിണം കുരുതി. കുരുതി എന്ന് പറഞ്ഞാൽ കോഴി അല്ലേ? അതാവാലോ. അമ്മയ്ക്ക് തൃപ്തിയായില്ല. മനുഷ്യരക്തം. തട്ടകത്തമ്മ കോപിക്കരുത്. കോപിച്ചാൽ നാട് മുടിയും, എല്ലാം കത്തി നശിക്കും. എന്നോട് അപേക്ഷിച്ചാൽ ഞാൻ ഉപേക്ഷിക്കില്ല. എന്നാ പോരെ. തട്ടകത്തമ്മയുടെ ആഗ്രഹം പോലെ ആയിക്കോട്ടെ. എന്നാ നാം ഇറങ്ങി വേല ചെയ്തോളാം. കൽപ്പിച്ച് ബോധ്യപ്പെടുന്നില്ലേ? എന്നാ പോരെ. കുമാരേട്ടാ, എന്താ തൂ? അറിഞ്ഞില്ലേ, മീനുവിനെ പാമ്പ് കടിച്ചു. കാവിലെ വിളക്കത്തിക്കാൻ പോയപ്പോ ഒന്ന് വേഗം വാ. ഹരി, നീ കടയിൽ നോക്കിട്ടോ, ഞാനിപ്പോ വരാം. ഒന്ന് മാറി, ഒന്ന് മാറി. മോളെ, എന്താ എല്ലാവരും നോക്കിയേക്കണേ? ആരെങ്കിലും പോയി വണ്ടി വിളിക്കേ.
അറിയോ? വാ നമുക്ക് പുഴയിൽ പോയി മീൻ പിടിക്കാം. ഞാനില്ല, നീ എവിടേക്ക് അച്ഛാ പൊക്കോ. മീനച്ച എന്താ ഇങ്ങനെ? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? തർക്കിക്കണ്ട, എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം. അതിന് സമ്മതിക്കോ നീ? ഇനി ഞാൻ ഒരിക്കലും മീനച്ചെടുത്ത് വരില്ല, ഉറപ്പായിട്ട്. നീ ഇവിടെ എന്ത് ചെയ്യാ? നേരെ സന്ധ്യ ആയത് അറിഞ്ഞില്ലേ? ഞാൻ എവിടെല്ലാം നോക്കിയെന്നറിയോ? നിനക്കെന്തെങ്കിലും പറ്റിയെന്ന് പോലും ഞാൻ പേടിച്ചു. എനിക്ക് എന്ത് പറ്റാനാ അമ്മേ? ഞാൻ മീരയല്ലേ, കൃഷ്ണനെ മോഹിച്ച് ജീവിതം ഒഴിഞ്ഞു വെച്ച മീര. സ്വപ്നത്തിൽ വന്ന് കഴുത്തിരിക്കാനും കൊല്ലാനും അല്ലാതെ എന്റെ നേർക്ക് നേരെ വരാൻ ആർക്കാ ധൈര്യം? ആർക്കാ ധൈര്യം? മോളെ, നീ എന്താ പിച്ചും പേയും പറയുന്നേ? നിനക്ക് എന്താ പറ്റിയേ? അമ്മ പേടിക്കണ്ട, എനിക്ക് ഭ്രാന്തൊന്നും പിടിച്ചിട്ടില്ല. തെളിഞ്ഞ ബുദ്ധിയോടെ എല്ലാം അനുഭവിച്ചറിയാനാ എന്റെ വിധി. അമ്മേ, എന്താ അത്? ഏയ് ഒന്നുമില്ല. അമ്മ എന്തിനാ കരയണേ? ഏയ് ഒന്നുമില്ല മോളെ. സന്തോഷിക്കാൻ മാത്രം ഇവിടെ എന്താ ഉള്ളത് അല്ലേ അമ്മേ? ഒരു പാഴ്ജന്മ ഞാനെന്ന് അമ്മയ്ക്കും തോന്നി തുടങ്ങിയോ? മോളെ, നീ എന്തായി പറയുന്നത്? അമ്മയുടെ വിഷമം അത് മനസ്സിലാവണമെങ്കിൽ നീ ഒരു അമ്മയാവണം. പോട്ടെ, ഓരോന്നോർത്ത മനസ്സ് കാട് കയറും. മോള് വിഷമിക്കണ്ട, അമ്മയുണ്ട് മോക്ക്. ഇത് കൊള്ള വൃത്തികേടാണെന്ന്. ഇതിന്റെ വേറെ ശേഷമുണ്ടോ? ഇപ്പൊ കൊണ്ടുവരാം. ഇത് മതി. ഇത് മതിയോ? ആ മതി. വേറെ നോക്കാം. മതിയാവും. ആ നടു. രണ്ടെണ്ണം. ഇതാ ഇതോടെ നോക്കാം. ഇത് മതിയോ? അല്ല, ഇതെടുക്കാം. ആ ശരി, നിനക്ക് ഇഷ്ടമുള്ളത് എടുക്ക. ഇതുകൂടി. അവിടെ എന്താ എത്ര തിരക്ക്? അത് ലേഡി സ്പെഷ്യൽ വന്നതിന്റെ. ഇതാ നല്ലത്. വേണ്ട, ഇതാ നല്ലത്. അത് വേണ്ട അമ്മേ. നീ പറയുന്നത് ഇതാ മോളെ മോക്ക് കുറച്ചുകൂടെ നല്ലത്. ഇതേ ലേഡി സ്പെഷ്യൽ അല്ല, ബോഡി സ്പെഷ്യലാ. ഇത് രണ്ടും കൂടെ എടുത്താ. കാണിച്ചു തരാം. മീരയ്ക്ക് നല്ല പുരോഗതിയുണ്ട്. ഇപ്പോ മുമ്പത്തെക്കാൾ ഉത്സാഹവതിയാണല്ലോ. എന്റെ മോക്ക് ചിലപ്പോ അങ്ങനെയൊക്കെ വരും. ഞാൻ പറഞ്ഞില്ലേ, എത്രയോ പെൺകുട്ടികൾ ഇതേ പ്രശ്നവുമായി എന്നെ കാണാൻ വന്നിട്ടുണ്ട്. ജീവിക്കുന്ന ചുറ്റുപാട്, മാനസികാവസ്ഥ, ഇതെല്ലാം നമ്മുടെ വളർച്ചയെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. 6 മാസത്തിനുള്ളിൽ ഇവൾ ഋതുമതിയാകും. ഞാൻ ഉറപ്പു നൽകുന്നു. ഡോക്ടർ, ഈയിടെയായിട്ട് ഇവളെ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കണ്ട് പേടിക്കുന്നു. സ്വപ്നങ്ങൾ കാണുന്നത് നല്ല ലക്ഷണമാണ്. മനസ്സിന്റെ അടങ്ങാത്ത ആഗ്രഹങ്ങളുടെ സഫലീകരണമാണ് സ്വപ്നം. സ്വപ്നങ്ങൾ വേണം, എന്നാലേ ജീവിക്കാൻ നമുക്കൊരു തോന്നലുണ്ടാവൂ. ആറു മാസം കഴിഞ്ഞാൽ മേരിക്ക് കല്യാണം കഴിക്കാം. ഒരു പ്രശ്നവും ഇല്ല. കുട്ടി വിഷമിക്കണ്ട, ഒക്കെ നേരെയാകും. നീ എന്താ ഇവിടെ? എനിക്ക് വേണ്ടപ്പെട്ട രണ്ടാൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്.
അവരെ തിരക്കി വന്നതാ. അവരകത്തുണ്ട്, നീ അവിടെ ഇരിക്കും. വരുന്നുണ്ട്. എവിടെ? എന്താ? അപ്പൊ അതാ കാര്യം. ആണോ അല്ല പെണ്ണും അല്ല, ഒക്കെ വെച്ചേട്ടി നടക്ക. ഏതോ ദൂരെ നാട് മുടിക്കാൻ വന്നിരിക്കണമെന്ന് വെളിച്ചപ്പാട് പറഞ്ഞതേ എത്ര ശരിയാ. ഒരമ്മയും മോളും വന്നിരിക്കുന്നു. എന്തിനാടി നാട് മുടിക്കാൻ ഇങ്ങനെ നടക്കുന്നത്? എവിടെയെങ്കിലും പോയി ചത്തൂടെ? ഇനി മുതലക്കണ്ണീര് കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. നാട്ടുകാരറിഞ്ഞു കഥകളൊക്കെ. ഈ സാധനം നോക്കിയതിനല്ലേ നിങ്ങൾ എന്നെ നാറ്റിച്ച്? അപമാനത്തിന്റെ വേദന നിങ്ങൾ അറിയണം. ഇതേ ഭഗവാൻ തന്ന ശിക്ഷയാണെന്ന് കരുതിക്കോ. നാട്ടിന് തച്ചു ഓടിക്കാൻ വേണ്ടത്. വെറുതെ എന്നെ ഇങ്ങനെ നടത്തിക്കണായിരുന്നോ? ഒരു വാക്ക് പറയാമായിരുന്നല്ലോ അത് ശിഖണ്ഡിയാണെന്ന്. എന്നിട്ട് എല്ലാം മറച്ചു വെച്ച് ഈ നാട് കുട്ടിച്ചോറാക്കുക. വേഗം സ്ഥലം വിട്ടോ, എങ്കിൽ ജീവനോടെ കത്തിച്ചു കളയും നാട്ടുകാർ. ദേവിക്ക് ശക്തി ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണം. ഇനി ഒരൊറ്റ നിമിഷം നിങ്ങൾ ഈ നാട്ടിൽ വേണ്ട. വെട്ടി നുറുക്കാൻ വേണ്ടിയിരിക്കുന്നു. എന്റെ മോളെ ജീവനോടെ കൊന്നവരെ ഇവര്. ഇത് രണ്ടും മനുഷ്യജീവികളാ, പേപ്പട്ടികളല്ല. പേപ്പട്ടിയേക്കാൾ വിഷമുള്ളതാ. കുമാരാ, നീ മിണ്ടരുത്. നീ ഒരുത്തനെ ഇവരിവിടെ കുടിയിരുത്തിയത്. അതെ, ഞാൻ തന്നെയാ. നിങ്ങളെല്ലാവരും കരുതുന്ന പോലെ ഈ പാവങ്ങളാണ് ഈ നാടിന്റെ ശാപമെങ്കില് അവരെ പൊയ്ക്കോളൂ. പിന്നെന്തിനാ ഈ രാവൊന്ന് വെളുത്തോട്ടെ? പറ്റില്ല, ഇവരിവിടെ ഒരു നിമിഷം പോലും നിർത്താൻ പറ്റില്ല. പറ്റണം, അല്ലെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഈ കുമാരനെ കൊല്ലേണ്ടി വരും. തൊട്ടവർ വിവരറിയും. വേണ്ട, കുരുതി വേണ്ട. ഈ രാവ് വെളുക്കുന്നവർ അവരോട് നിൽക്കട്ടെ. വരും, പോവാ. പേടിക്കണ്ട, നിങ്ങൾ ആരും ഒന്നും ചെയ്യില്ല. മോളെ, നിങ്ങളെ വേണ്ടാത്ത നാട് നിങ്ങൾക്കും വേണ്ട. അതൊന്നും സാരമില്ലെന്നേ. ഇപ്പൊ ഇവിടെയും കൂട്ടി സമാധാനമായിട്ട് പോയി കിടന്നു. ഓടാ. വല്ലാത്തൊരു യോഗ എന്റേത്. നിന്റെ തല കണ്ടപ്പോഴേ തന്തയുടെ തല പോയില്ലോ. ഇപ്പോ അമ്മയ്ക്കെന്നെ കൊല്ലായിരുന്നില്ലേ? ജനിച്ചപ്പോഴേ കൊല്ലായിരുന്നില്ലേ? മോളെ, അമ്മ വിഷമം കൊണ്ട് എന്തോ പറഞ്ഞത്. എന്റെ മോളല്ലാതെ അമ്മയ്ക്ക് വേറെ ആരാ ഉള്ളത്? ഈ ഭൂമിയിൽ നമ്മളെ തിരിച്ചറിയാത്ത
വേറെ എവിടേക്കെങ്കിലും നമുക്ക് പോകാം. ശലഭമേ 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 പറന്നു ദൂരെ പോകരുതേ ശലഭമേ 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 യാത്രയെങ്ങോട്ട് നീ പറന്നു പോകും തീരമേതാണ് പോകരുതേ നീ പോകരുതേ ഈ തീരം വെടിഞ്ഞു പോകരുതേ ഏതഗ്നിയിലേക്ക് പതിക്കാൻ ചിറകടിക്കുന്നു ഏതാഴിയിലേക്ക് പതിക്കാൻ കുതിക്കുന്നു ഏതു കാറ്റിൻ ചുഴിയിലേക്കു നീ പറക്കുന്നു നിന്നെ സ്വീകരിക്കാൻ കാത്തു നിൽക്കും ജ്വാലാമുഖമേത് പോകരുതേ നീ പോകരുതേ ഈ തീരം വെടിഞ്ഞു പോകരുതേ ശലഭമേ 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 നീ യാത്രയെങ്ങോട്ട് നീ പറന്നു പോകും തീരമേതാണ് ആ പുഴയുടെ അക്കരയുണ്ടോ നിൻ പ്രഭാതം ആ മലയുടെ അപ്പുറമുണ്ടോ സ്നേഹരാത്രി ആ താഴ്വാരങ്ങളിലുണ്ടോ നിന്റെ ദൈവം അവിടന്നും കടന്നു ചെന്നാൽ മനുഷ്യരുണ്ടോ ശലഭമേ 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 നീ യാത്രയെങ്ങോട്ട് നീ പറന്നു പോകും തീരമേതാണ് തീരാ തീരാ
അമ്മേ. അമ്മേ മോളെ, ഒടുവിൽ ഈ മീരയോട് കൃഷ്ണൻ കരുണ കാട്ടി. മോളെ കാട്ടി അമ്മേ.